മേനോൻപാറയിലെ ഡിസ്റ്റിലറി പ്ലാന്റ് ഉദ്ഘാടനം. കേരള മദ്യനിരോധന സമിതിയുടെ പ്രതിഷേധം അതിശക്തം. സർക്കാരിന്റെ പുതിയ മദ്യത്തിന്റെ ഉത്പാദനത്തിനായി മേനോൻപാറയിലെ ഡിസ്റ്റിലറി പ്ലാന്റിന്റെ ഉദ്ഘാടനം നടക്കവേ അകത്തും പുറത്തും പ്രതിഷേധവുമായി കേരള മദ്യനിരോധന സമിതി. മന്ത്രിമാർ ഹാളിലെത്തും മുൻപേ രാവിലെ 10 മണിക്ക് തന്നെ മേനോൻപാറ ജംഗ്ഷനിൽ നിന്നും ജനകീയ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരുന്നു. പാലക്കാട് ജില്ലയിലെയും ഇതര ജില്ലകളിലെയും കേരള മദ്യനിരോധന സമിതി പ്രവർത്തകരെ കൂടാതെ വനിതകൾ ഉൾപ്പെടെ നിരവധി പ്രദേശവാസികളും മാർച്ചിൽ അണിനിരന്നിരുന്നു. കേരള മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് വിളയോടി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. സംസ്ഥാന കൺവീനർ PV സഹദേവൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മോഹനകുമാരൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ ബാലകൃഷ്ണൻ പുതുവയൽ, ഏകതാ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം രമേശ് മേത്തല, കേരള മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലൻ തൃത്താല, വനിതാ ഫോറം കൺവീനർ ശാന്തി M നടരാജൻ, അശോകൻ പുതുശ്ശേരി, രാധാകൃഷ്ണൻ എലപ്പുള്ളി, യൂസഫ് മിഷ്കാന്തി മണ്ണാർക്കാട്, ജോഷുവ എലപ്പുള്ളി, പത്മമോഹൻ V, TP കനകദാസൻ, നാരായണൻ വിളയോടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിസ്റ്റിലറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിലും പുതിയ പേരിൽ ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുന്നതിലും ബാറിന്റെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതിലും പ്രതിഷേധിച്ചാണ് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടത്തിയത്. കേരളത്തെ മദ്യത്തിൽ മുക്കി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ മദ്യ ഉൽപാദനവും വ്യാപനവുമെന്നും ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ തുടർന്നും പോരാടുമെന്നും പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ മദ്യ ഉൽപാദനവും പേരിടലും ബാറിന്റെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കലുമെല്ലാം സംസ്ഥാനത്ത് ബോധപൂർവം മദ്യം വ്യാപകമായി ഒഴുക്കുന്നതിന്റെ ഭാഗമാണെന്നും ഇത് ജനങ്ങളോടും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികകളിലെ വാഗ്ദാനം മറന്ന് പ്രവർത്തിക്കുകയാണ് ഇടത് സർക്കാർ. അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളായിരിക്കുമെന്നും ഒരു തുള്ളി മദ്യം പോലും അധികമായി ഉണ്ടാവില്ലെന്നുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് പ്രകടന പത്രികയിലൂടെ LDF വാഗ്ദാനം നൽകിയത്. പടിപടിയായി മദ്യത്തിന്റെ ഉൽപാദനവും ഉപയോഗവും കുറയ്ക്കുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് ലംഘിച്ചുകൊണ്ടാണ് ഇടത് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ സംസ്ഥാനത്തുണ്ടായിരുന്ന 29 ബാറുകൾ ഇപ്പോൾ 945 ബാറുകളായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് LDF സർക്കാരിന്റെ കടുത്ത വഞ്ചനയാണ്. ബാർ ഹോട്ടൽ ഉടമകൾക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സർക്കാർ ഇപ്പോൾ ബാർ സമയം നിലവിലുള്ളതിൽ നിന്നും 2 മണിക്കൂർ വർദ്ധിപ്പിച്ച് രാത്രി 12 മണി വരെയാക്കാൻ പോകുന്നത്. സർക്കാരിന്റെ നേരിട്ടുള്ള മദ്യ ഉൽപാദനം മദ്യവ്യാപന നയത്തിന്റെ ഭാഗമാണ്. കേരള സർക്കാർ ജനദ്രോഹകരമായ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് തുടർ സമരങ്ങൾ സംസ്ഥാനത്തെ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മാർച്ച് ഇടയ്ക്ക് വെച്ച് പോലീസ് തടഞ്ഞ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സമര നേതാക്കളായ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, വിളയോടി വേണുഗോപാലൻ, രാധാകൃഷ്ണൻ എലപ്പുള്ളി, രമേശ് മേത്തല എന്നിവരെ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ കരുതലിൽ വെച്ച് ഉദ്ഘാടന പരിപാടികൾ കഴിഞ്ഞ് വിട്ടയക്കുകയും ചെയ്തു. ഹാളിനുള്ളിൽ പ്രതിഷേധിച്ച കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രൻ, മറ്റു നേതാക്കളായ പ്രൊഫസർ OJ ചിന്നമ്മ, ഇയച്ചേരി പത്മിനി, സജീവൻ കക്കടവത്ത്, അമീർ അലി KP, ശ്രീനാഥ് കടമ്പളിപ്പുറം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പുതുശ്ശേരിയിലെ കസബ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഉദ്ഘാടന പരിപാടികൾ കഴിഞ്ഞ ശേഷം ഇവരെയും വിട്ടയച്ചു. കേരള സർക്കാരിന്റെ ഈ ജനദ്രോഹ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ സമരം ശക്തമായി വ്യാപിപ്പിക്കാനും തീരുമാനിച്ചു.